ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒന്ന് വരട്ടെ, അങ്ങോട്ട് വരട്ടെ. വളരെ ഗൗരവത്തിലുള്ള ചർച്ചകളാണോ അതോ രാവിലെ ഫ്രണ്ട്സ് എല്ലാരും കൂടെയാണോ? ഇതുപോലെ ഒരു സൗഹൃദം, അതിന്റെ സുഖം വേറെയാണ്. എന്തായിരുന്നു ഇപ്പൊ നിങ്ങളുടെ ഡിസ്കഷൻ ടോപ്പിക്? ഞങ്ങളുടെ ഡിസ്കഷൻ അതെ, എക്സാക്ട്ലി കറക്റ്റ്. സൂര്യന്റെ കീഴിലുള്ള എല്ലാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വന്നു, അടുത്ത് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെ പറ്റി ചർച്ച ചെയ്യും. അല്ലല്ല, അങ്ങനെ പറ. അങ്ങനെ നിങ്ങൾ ശരിയായില്ലെന്ന് പറയില്ല. നിങ്ങളുടെ ഓരോ ഇതാണ് ഞങ്ങളുടെ കാരണം. മനു ഇവിടെ എന്താ പേരെന്താ അങ്ങളുടെ? ശ്രീകുമാരൻ. കൈരളി ന്യൂസ്. അല്ല, ഞങ്ങൾ പ്രായം ഒന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? പറയൂ. ഒരു കുഴപ്പമില്ല. മൈക്ക് പിടിച്ചിട്ട്. എത്ര വയസ്സായി? 84. 84. 86 കഴിഞ്ഞ് ഞാൻ പാസ്പോർട്ട് കാണിച്ചു ഒരു കള്ളവുമില്ല. രാധാകൃഷ്ണനെ കാട്ടി അല്ല, രാധാകൃഷ്ണനെ കാട്ടി ഇവിടെ വന്നിരിക്കാമല്ലോ. അല്ലല്ല, ഞങ്ങള് തമ്മിൽ 5 വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ട്. അയ്യോ, അപ്പൊ ചേട്ടൻ അല്ലല്ല, ഇത് 79, 84 2 വർഷം മുമ്പ് കഴിഞ്ഞാണ്. അതെന്തറിയോ? എന്നിട്ട് അടിക്കുന്ന വിസ്കി, ജെയിംസൺ വിസ്കി. അങ്ങനെയല്ല, തികച്ചും സമാധാനമായി ഇരുന്ന ഒരു ടീമാണ്. നമ്മൾ വന്നു ബാക്കി അങ്ങനെ അലമ്പൊന്നും ആയില്ല. ഞങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങളൊക്കെ വരുന്നത്. എന്താ ഒരു കൂട്ടായ്മയാണോ? ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട് ഇവിടെ. പിന്നെ ഒരു ക്ലബുണ്ട് ഞങ്ങൾക്ക്. അതിന്റെ പേരാണ് പാലസ് ക്ലബ്. പാലസ് ക്ലബ്. രാവിലത്തെ ഈ കൂട്ടായ്മ നടക്കും. ഓരോ ദിവസവും ഓരോ യൂണിഫോം ആണോ? ബാക്കിയുള്ള ദിവസം അപ്പം ഇഷ്ടമുള്ള ഡ്രസ്. എനിക്ക് അവനവനെ ഇഷ്ടമുള്ള കളർ വേറെ ദിവസം 3 ദിവസം കമ്പൽസറിയാണ്. അന്ന് ഏതെങ്കിലും ഇടാൻ വന്ന അന്ന് ആളുടെ പാർട്ടിയാണ്. എന്തോ പണിഷ്മെന്റ് പാർട്ടി ഇനി അടുത്ത ദിവസം യൂണിഫോം ഇടാറോ ഞങ്ങളെ കൂടെ വിളിക്കണം. നിങ്ങളുടെ ഒരാൾ ഇവിടെ വരാറുണ്ട്, ജയശങ്കർ. അല്ല, ഈ കൂട്ടത്തിലെ പ്രായം കൂടിയ മെമ്പറിനെ ഞങ്ങൾ കണ്ടു. ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പർ ആരാ? പ്രായം കുറഞ്ഞത് ഞാൻ തന്നെയാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ 3 പേരും ഒരേ പ്രായമാണ്. ചേട്ടാ, ഇത് ഡൈ ആണോ അതോ ഒറിജിനൽ ഹെയർ ആണോ? എന്താ പറഞ്ഞേ? ഡൈ ആണോ ഒറിജിനൽ ഹെയർ ആണോ? തൊട്ട് നോക്കിയ മനു. ഒരു തലമുടി ഡൈ. രാവിലെ ഭീകര ട്രോളാണ് കേട്ടോ. രാവിലെ മൂപ്പിലാ വെച്ച് കാച്ചു കാണും. ഞാൻ ഈ ക്ലബിന്റെ വിശേഷങ്ങളൊന്ന് ചോദിക്കട്ടെ. അപ്പൊ പാലസ് ക്ലബ് എന്നാണ് പേര്. എത്ര വർഷമായി? 35 കൊല്ലത്തോളായില്ലേ. കൂട്ടായ്മകളൊക്കെ ഇവിടെയാണോ? എല്ലാവരും ഈ പരിസരത്തൊക്കെ താമസിക്കുന്ന ഇവിടുത്തുകാരാണോ? തിരുവനന്തപുരത്തുകാർ മാത്രമാണോ? മാത്രമല്ല, വെളിയിൽ നിന്ന് വന്ന് ഇവിടെ പരത്തന്മാരും ഉണ്ട്. ആണല്ലേ? അതെ 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 അതെ. എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? ഞങ്ങളൊരു 20ഓളം പേരുണ്ടല്ലേ. 20 മെമ്പർമാരല്ലേ? 20 മെമ്പർമാർ. നമ്മൾ ഇത്രയും ഭയങ്കര ഗംഭീര ടീമിനെ കണ്ടല്ലേ. പേര് ചോദിച്ചോ? പേരെന്താ? എന്റെ പേര് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ. രാജശേഖരൻ. ഈ സൗണ്ട് അത്ര പോരാ. ഗോപാലകൃഷ്ണൻ. അങ്ങളുടെ പേര് ഞാൻ മറന്നു. ശ്രീകുമാർ. ഓക്കെ. സനൽകുമാർ. മധു. ജയൻ, കൈരളി, രമേഷ്. അത് നമ്മുടെ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ, കിഷോർ. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ്. ചക്കരയാന്നൊക്കെ ഞങ്ങളെ കിച്ചുവാണ്. നമ്മുടെ ബിസിനസ് ഒക്കെ എഴുതുന്ന കിഷോറേട്ടനാണോ? ഞങ്ങൾ രാവിലെ മോർണിംഗ് ഷോ ആയിട്ട് ഇറങ്ങിയത്. അപ്പൊ ഇവിടെ ഇങ്ങനെ കൂട്ടായ്മ കണ്ടപ്പോ കയറിയതാ. അത് ശരി ശരി. ഞാനിപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ സ്ഥിരം വോക്കേഴ്സ് ക്ലബ്ബിൽ നടക്കുന്ന വോക്കേഴ്സ് ക്ലബ്ബ്, വോക്കർ റോക്ക് ക്ലബ്ബ്, അങ്ങനെ പല പല ക്ലബ്ബുകളുണ്ട്. ഇതാണ് വോക്കേഴ്സ് ക്ലബ്ബ്. ഇത് പാലസ് ക്ലബ്ബ്. പിന്നെ മ്യൂസിയം കോമ്പൗണ്ടിലുണ്ട് ഇതുപോലെ ഒരുപാട് ക്ലബ്ബുകൾ. അപ്പോൾ എല്ലാവരും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിനാണ് കൂടുന്നത്. രാവിലെ നടക്കാനും ഒക്കെ ആയിട്ട് ആരോഗ്യ സംരക്ഷണം. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇവിടെ നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടി പല അസുഖങ്ങളൊക്കെ ആയിട്ട് അവസാനം നടക്കണമെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ട് ഇവിടെ വരുന്നവരൊക്കെ നടന്നൊരു 1 മാസം 2 മാസമൊക്കെ
കഴിയുമ്പോൾ പിന്നെ പയറ് പോലെ നടക്കുന്നത് കാണാം. അടിപൊളിയാണ്. നടക്കാനൊക്കെ അതാ ഇത് സ്ഥിരമായിട്ട്. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഏറ്റവും ചെറുപ്പക്കാരൻ അങ്കിളാണ് കേട്ടോ. 83 വയസ്സായി. 84 84. പ്രായത്തെ തൊട്ട് കളിക്കരുത്, പ്രായത്തെ തൊട്ട് കളിക്കരുത്. 2 വർഷത്തിന് വാക്ക് പറഞ്ഞ വാക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ഞങ്ങൾ പൊന്നാടി കണ്ടെന്ന് ഇത് ചെയ്തു 2 വർഷം ഇപ്പോഴും ആരോഗ്യമാണ്, ഭയങ്കര ആരോഗ്യമാണ്. അല്ല, എത്ര വയസ്സിലാ പൊന്നാട എണീച്ചേ? പൊന്നാട 2 വർഷം മുമ്പ് അപ്പൊ 84 വയസ്സ്. 84. അങ്കിളെ അല്ല പാസ്പോർട്ട് ചേട്ടാ കള്ളം. പൊന്നാടയാണ് 4 വർഷമായി ഇപ്പോഴും അതും മനസ്സിൽ വെച്ചു. ഓർമ്മക്കുറവാ. അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. അങ്കിള് പറഞ്ഞ കറക്റ്റായി. 82 ആരും അങ്ങനെ പൊന്നാട എണീക്കാറില്ല. 80 വരുമ്പോ ശരിയാ. അതില് 84 ഞങ്ങൾ കൊടുത്തത്. അല്ല, ഈ ഇന്ന് ജോലിക്ക് പോകണ്ടേ? കിട്ടാനേ എത്ര ഇന്നില്ല, ഇന്നോടൊരു ഫിനാൻസ് മിനിസ്റ്ററുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, കല്യാണമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെയാണ്. അല്ല, ഇന്ന് യൂണിഫോം ഇടാതെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് പാർട്ടി പിടിക്കണം. പാർട്ടി അപ്പൊ ഞങ്ങളിതാ വന്ന ഒരു പാർട്ടി കിട്ടി. അവിടെ വേറെ ഒരാൾ ഇരിക്കുന്നുണ്ട് പാർട്ടി. 2 പാർട്ടി ഉണ്ട്. അപ്പൊ ഇന്ന് തന്നിട്ടില്ല ആണോ? അല്ല, ഈ ക്ലബിൽ മെമ്പർഷിപ്പ് വേണോ? മനൂര് വേണോ? അല്ല, പാർട്ടി ഉള്ള ദിവസം മാത്രം മെമ്പർഷിപ്പ് വന്നാൽ മതി. പേര് മധു എന്നല്ലേ? മനു ഇതിൽ മെമ്പർഷിപ്പിന് വന്ന് നടക്കും. ഞങ്ങളെ കൂടെ 1 വർഷം നടക്കണം. നടന്നിട്ട് ഞങ്ങളത് അസസ് ചെയ്യും. എന്നിട്ട് അത് വോട്ടിനിടും. വോട്ടിനിട്ടിട്ട് 1-2 നെഗറ്റീവ് വോട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ഹീസ് ഔട്ട്. അഗൈൻ ഹി ഹാസ് ടു വാക്ക് വിത്ത് us. മാനദണ്ഡം എന്താണ്? മാനദണ്ഡം ഞങ്ങളുടെ നടക്കുക, ചിരിക്കുക, കളിക്കുക, ഒരു സോഷ്യൽ എൻവയോൺമെന്റ്സ് കൊണ്ടുവരിക, നമ്മളുടെ ഒരു പോസിറ്റീവ് എനർജി. ഈ ഗ്രൂപ്പിലെ യങ്ങസ്റ്റ് മെമ്പർ ആരായിരിക്കും? യങ്ങസ്റ്റ് മെമ്പർ ഇപ്പോൾ ഉള്ളത് കിച്ചുവാണ്. വയസ്സ് ചോദിക്കണോ? വയസ്സ് വേണ്ട. അതെ. അപ്പൊ രാവിലെ നിങ്ങളൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ പണികളുമായിട്ട് പോയിക്കോട്ടെ. അപ്പൊ ശരി. അപ്പൊ താങ്ക് യു. കൈരളിക്ക് 100 ആശംസ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രമേശേട്ടന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് വീണ്ടും കാണാൻ കേട്ടോ എപ്പോഴെങ്കിലും. ഓക്കെ, താങ്ക് യു. സ്പെഷ്യലി ബൈ. നമുക്ക് ഈ പ്രായത്തിന്റെ പ്രശ്നം പെട്ടെന്ന് തീർക്കണം കേട്ടോ. ഇവർക്ക് അതിനുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. ഞങ്ങൾ പോയി കഴിഞ്ഞ് ഇവരെ ശരിയാക്കിയ കേട്ടോ.